നമസ്കാരം. ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് രാവിലെ ഞാൻ 3 വീഡിയോകൾ ചെയ്തിരുന്നു. അതിനുശേഷം നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി അല്പം കൃഷിപ്പണി ഉണ്ടായിരുന്നു. അത് പൂർത്തിയായതിനു ശേഷം രാത്രിയിലെത്തി പ്രധാനപ്പെട്ട ചില ഡെവലപ്മെൻറ്റുകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നു. ഒന്ന്, ഇസ്രായേൽ ഇറാന് മേലുള്ള ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ ബോംബുകളെയോ മിസൈലുകളെയോ ഡ്രോണുകളെയോ തടയാൻ ഇറാന് കഴിയുന്നില്ല എന്നത് തന്നെ ഇറാൻ്റെ ഏറ്റവും വലിയ കഴിവുകേടായി വിലയിരുത്തേണ്ടതുണ്ട്. ഇറാൻ്റെ പരമോന്നത നേതാവായ ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിമുകളുടെ ആത്മീയ ആചാര്യനായ അയത്തുള്ള അലി ഖമനായി കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ട്രംപും നെതന്യാഹുവും ഈ മരണത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചെങ്കിലും ഔദ്യോഗികമായി ഇറാൻ സ്ഥിരീകരിച്ചതോടെയാണ് ഖമനേയി ചരിത്രത്തിൽ നിന്നും നിഷ്കാസിതനായതായി കണക്കാക്കപ്പെടുന്നത്. ഇത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ചരിത്ര നേട്ടം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആദ്യം തന്നെ രാഷ്ട്രത്തലവനെ, പരമോന്നത നേതാവിനെ വധിച്ചു എന്നത് ഇസ്രായേലും അമേരിക്കയും നേടിയ വലിയ നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. ഖമനായുടെ കൊട്ടാരത്തിലേക്ക് ഏതാണ്ട് 30ഓളം ബങ്കർ ബസ്റ്ററുകൾ നിലംപതിക്കുകയായിരുന്നു. ആ ആഘാതത്തിൽ കൊട്ടാരം അടിമുടി ചാമ്പലായി. കൊട്ടാരം നിന്നിടത്ത് ഗർത്തം മാത്രമാണ് ഇപ്പോഴുള്ളത്. ആ ആക്രമണത്തിലാണ് ഖമനായി മാത്രമല്ല സൈനിക മേധാവി അടക്കം നിരവധി മുതിർന്ന ഇറാനിയൻ ഭരണാധികാരികൾ കൊല്ലപ്പെട്ടത്. ഇറാനിയൻ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മുസവി, പ്രതിരോധ മന്ത്രി അസീം നവിർസ, സുരക്ഷാ ഉപദേഷ്ടാവ് അലി ഷംഖാനി, IRGCയുടെ കമാൻഡർ മുഹമ്മദ് പാക്പൂർ തുടങ്ങിയ വളരെ മുതിർന്ന ആളുകൾ തന്നെയാണ് കൊല്ലപ്പെട്ടത്. ഇറാനെ അവരുടെ നഷ്ടത്തിൽ നിന്നും തിരിച്ചെത്തുക പ്രയാസമാണ്. പരമോന്നത നേതാവിൻ്റെ കൊലപാതകം സ്ഥിരീകരിച്ചതോടെ ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിമുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഖമനായിയുടെ മരണത്തിനെതിരെ അതിശക്തമായ വികാരം രൂപപ്പെട്ടിരിക്കുന്നു. ഇറാനിയൻ ജനതയോട് അമേരിക്കൻ പ്രസിഡന്റ് തെരുവിലിറങ്ങി ഭരണകൂടത്തെ ഇല്ലാതാക്കി ജനകീയ ഭരണം തിരിച്ചുപിടിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇറാനിയൻ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഖമനായിയെയും ഇസ്ലാമിക ഭരണത്തെയും പിന്തുണയ്ക്കുന്ന ജനക്കൂട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ജനതയെ ട്രംപ് വിചാരിക്കുന്ന എളുപ്പത്തിൽ മാനസാന്തരപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസം ട്രംപിന് പോലും ഇപ്പോഴില്ല. എന്നാൽ ഇസ്രായേൽ ആവട്ടെ യുദ്ധം തുടരുന്നു. തുടർച്ചയായി ഇസ്രായേൽ ഇറാനിയൻ സിറ്റികളിൽ ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഒരു സ്കൂളിൽ മാത്രം 125-ലേറെ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. ഇറാനിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ ലോകം അറിയുന്നില്ല എന്ന് മാത്രം. ഭ്രാന്ത് പിടിച്ച ഇറാൻ അവരുടെ പ്രതികാരത്തിൻ്റെ ചുവന്ന കൊടി ഏറ്റവും വലിയ മോസ്കിൽ ഉയർത്തിക്കൊണ്ട് അമേരിക്കയെയും സഖ്യകക്ഷികളെയും തീർക്കാനുള്ള അന്തിമ യുദ്ധത്തിനിറങ്ങുന്നു എന്ന് ഇറാൻ ഭരണാധികാരികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയത്തുള്ള ഖമേനിക്ക് പകരം പുതിയൊരു ഭരണസമിതിക്ക് രൂപം കൊടുത്തു. മതപുരോഹിതനായ അലി റീസം അറാഫിയാണ് അതിന് ചുമതല വഹിക്കുന്നത്. പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ് എന്നിവർ ആ സമിതിയിലുണ്ടാവും. ഈ 3 പേരടങ്ങിയ സമിതിയായിരിക്കും പുതിയ സുപ്രീം ലീഡറെ തെരഞ്ഞെടുക്കുന്നത്. ഖമനായുടെ സംസ്കാരത്തിന് ശേഷം ശക്തമായ തിരിച്ചടിയുണ്ട് എന്നാണ് ഇറാൻ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത്. ഭ്രാന്ത് പിടിച്ച ഇറാൻ തലങ്ങനും വിലങ്ങനും ഇപ്പോൾ മിസൈൽ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിലേക്ക് അയച്ച പല ബാലിസ്റ്റിക് മിസൈലുകളും അവിടെ എത്തി എന്നതാണ് വാസ്തവം. അനേകം മിസൈലുകളെ ഇസ്രായേലിൻ്റെ അയൺ ഡോം തടയുന്നുണ്ടെങ്കിലും ടെൽ അവീവ് നഗരത്തിലടക്കം പല മിസൈലുകളും വീഴുകയും അനേകം കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു. ടെൽ അവീവിൽ 40ഓളം കെട്ടിടങ്ങൾ തകർന്നു പോയതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബെയ്റ്റ് ഷെമേഷ് എന്ന ഇസ്രായേലി സിറ്റിയിൽ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ നിലംപതിച്ചതിനെ തുടർന്ന് 6 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അനേകം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇറാൻ്റെ ആക്രമണം ഇസ്രായേലിനെ ബാധിച്ചു തുടങ്ങി എന്ന് തന്നെ അർത്ഥം. ദുബായിലേക്ക് 3ാമതും ഇറാൻ്റെ ആക്രമണമുണ്ടായി. കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ അബുദാബിയിൽ ഒരാൾ മരിച്ചതൊഴിച്ചാൽ മറ്റ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ദുബായിലെയും അബുദാബിയിലെയും സാധാരണ ജീവിതത്തിന് തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അലേർട്ടുകളും മിസൈൽ വർഷങ്ങളും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് ഇരയാകുന്നത് ബഹ്റൈൻ തലസ്ഥാനമായ മനാമയാണ്. മനാമയിൽ ക്രൗൺ പ്ലാസ ഹോട്ടലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ഹോട്ടലിന് സാരമായ കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തു. ആർക്കും പരിക്കില്ല എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചതെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമല്ല. ഇന്നലെ ആക്രമിക്കാതിരുന്ന ഒമാനിലേക്ക് ഇന്ന് ആക്രമണമുണ്ടായി. സൗദി അറേബ്യയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി.
എന്ന് വെച്ചാൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഇറാൻ ഇപ്പോൾ അയൽ രാജ്യങ്ങൾ, അമേരിക്കയുടെ ഏതെങ്കിലും തരത്തിൽ സൗഹൃദമുള്ള അയൽ രാജ്യങ്ങളിലേക്ക് ബോംബ് വർഷിക്കുന്നു. അമേരിക്ക പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും അതുതന്നെ. ഇറാൻ്റെ ആക്രമണം നേരിടുന്നതുകൊണ്ട് അയൽ രാജ്യങ്ങളൊന്നും ഇറാനെ പിന്തുണയ്ക്കുന്നില്ല, അമേരിക്ക തന്നെ പിന്തുണയ്ക്കുന്നു. അമേരിക്ക ആഗ്രഹിച്ചതും അതുതന്നെയാണ്. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കും എന്ന ആശങ്ക ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇറാനെ പിന്തുണയ്ക്കാൻ ഖത്തർ പോലുമില്ലാത്ത സാഹചര്യമാണുള്ളത്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെ സാധാരണ ജീവിതം അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. വിമാനയാത്രയും മറ്റും മുടങ്ങിയെങ്കിലും ആളുകളിൽ ഭൂരിപക്ഷം പേരും വീട്ടിൽ തന്നെ ഇരിക്കുന്നെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. ദുബായിലും അബുദാബിയിലും ബഹ്റൈനിലും കുവൈറ്റിലുമൊക്കെ ഇറാന്റെ മിസൈലുകൾ എത്തുന്നുണ്ടെങ്കിലും അവയിൽ ഭൂരിപക്ഷവും തകർക്കാൻ ആവുന്നുണ്ട്. ഇവയുടെയൊക്കെ അവശിഷ്ടങ്ങൾ വീണാണ് തീപിടിക്കുന്നതും പരിക്കേൽക്കുന്നതും. ഗൾഫ് രാജ്യങ്ങളിൽ ഏതാണ്ട് 20,000-ഓളം വിമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളത്തിൽ നിന്നും ഒരു വിമാനവും പറക്കുന്നില്ല. മലയാളികളടക്കം ആയിരക്കണക്കിന് മനുഷ്യർ വിവിധ എയർപോർട്ടുകളിലും വിവിധ ഹോട്ടലുകളിലും കുടുങ്ങിക്കിടക്കുന്നു. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഒട്ടുമിക്ക ആക്രമണങ്ങളെയും തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതേസമയം ഇസ്രായേലും അമേരിക്കയും അയക്കുന്ന ഒരു മിസൈലിനും തടയാൻ ഇറാന് കഴിയുന്നില്ല. ടെഹ്റാൻ തവിട് പൊടിയായിരിക്കുന്നു. ടെഹ്റാനിലെ ജനജീവിതം പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നു. കുടിവെള്ളം അടക്കമുള്ളവ ഏതാണ്ട് നിലച്ച മട്ടിലാണ്. എത്ര കാലം ഇങ്ങനെ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല. അന്തിമ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഇറാന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ അവസാന നിമിഷം വരെ പോരാടും എന്നൊക്കെ ഇറാൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ട്രംപ് പറഞ്ഞത് കീഴടങ്ങാനുള്ള സമയമാണിത്. നിങ്ങളുടെ പരമോന്നത നേതാവിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ സൈനിക തലവനെ ഞങ്ങൾ കൊന്നുകളഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്കത് മതിയായി, നിങ്ങൾ അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഇന്നേ വരെ പശ്ചിമേഷ്യ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ യുദ്ധത്തിന് ഞങ്ങൾ ഒരുങ്ങുന്നു എന്നാണ് ട്രംപിൻ്റെ ഭീഷണി. എത്ര കാലം യുദ്ധം തുടരും എന്നതിനെക്കുറിച്ചൊരു നിശ്ചയവുമില്ല. എയർ ഇന്ത്യയെ അടക്കം ഗൾഫിലേക്ക് സർവീസ് ചെയ്യുന്ന എല്ലാ വിമാനങ്ങളും അനിശ്ചിതകാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു. കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമേ ആശങ്കയുള്ളൂ. എന്തായാലും വലിയ യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ ബോംബുകൾ വീണുകൊണ്ടേയിരിക്കുന്നു. അമേരിക്കയെ നേരിട്ട് ആക്രമിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും ട്രംപ് അത് ചിരിച്ചു തള്ളുകയാണ്. ഇറാന്റെ അയൽപക്കത്തുള്ള അറബ് രാജ്യങ്ങൾ എല്ലാവരും ക്ഷുഭിതരാണ് ഇറാനോട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തുമ്പോഴും അതിൻ്റെ വിദൂര സാധ്യത പോലും ഇപ്പോഴും ലഭ്യമല്ല. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അമേരിക്ക പറയുന്ന പോലൊരു ഭരണകൂടത്തെ സ്ഥാപിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന സാഹചര്യമാണുള്ളത്.